ഫ്രണ്ട്സ്, ഞാൻ അലാന വർഗീസ്. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ദാവീദും ഗോലിയാത്തും. ഒരിടത്തൊരിടത്ത് ദാവീദ് എന്ന കുട്ടിയുണ്ട്. ഇശായുടെ ഏറ്റവും ഇളയ മകനാണ് ദാവീദ്. അവൻ നന്നായി കിന്നരം വായിക്കും. ഒരു ദിവസം അവരുടെ ചേട്ടന്മാർ യുദ്ധത്തിന് പോയി. ചേട്ടന്മാരെ കാണുവാൻ വേണ്ടി ദാവീദും യുദ്ധക്കളത്തിലെത്തി. അവിടെ ഫെലിസ്ത്യരിൽ ഒരു മല്ലനാണ് ഗോലിയാത്ത്. ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുത്ത് എൻ്റെ അടുക്കൽ പറഞ്ഞയക്കുകയും അവർ എന്നോട് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് അടിമകളാകും. എന്നാൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് അടിമകളാകണം എന്ന് പറഞ്ഞു. ഇത് കേട്ട ദാവീദ് ദേഷ്യത്തോടെ പറഞ്ഞു, ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ ഈ മല്ലൻ ആരെന്ന് ചോദിച്ചു. ഇത് തൻ്റെ ചേട്ടന്മാർ കേട്ടു. അവൻ ദാവീദിനെ പറഞ്ഞയച്ചു. ദാവീദ് വീട്ടിലേക്ക് പോവാതെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി ഈ കാര്യം പറഞ്ഞു. രാജാവ് ദാവീദിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ രാജാവ് ദാവീദിനെ യുദ്ധകളത്തിലേക്ക് വിട്ടു. പടച്ചട്ടയും വാളും അവനെ ധരിപ്പിച്ചു. അവനത് കൊച്ചുകുട്ടിയായതിനാൽ അവൻ അതിട്ട് നടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ അത് ഊരിവെച്ച് തൻ്റെ കോലും 5 കല്ലും കവണയും എടുത്ത് ഗോലിയാത്തിൻ്റെ നേരെ ചെന്ന് നിന്നു. ഗോലിയാത്ത് ദാവീദിനെ കണ്ടപ്പോൾ പരിഹസിച്ചു. എന്നാൽ ദാവീദ് പേടിച്ചില്ല. ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്ത് കവണയിൽ വെച്ച് എറിഞ്ഞു. അത് ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ കൊണ്ടു. ഗോലിയാത്ത് നിലത്ത് വീണു. ദാവീദ് ഓടിച്ചെന്ന് അരയിൽ നിന്ന് വാളെടുത്ത് ഗോലിയാത്തിൻ്റെ തല വെട്ടി. അങ്ങനെ ഫെലിസ്ത്യർ ഇത് കണ്ട് പേടിച്ചോടി. ഇസ്രായേൽ അങ്ങനെ യുദ്ധത്തിൽ ജയിച്ചു. നന്ദി.